നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികൾ അന്യവസ്തുക്കൾ വിഴുങ്ങുന്നത് സാധാരണമാണ്. ശ്വാസനാളത്തിലും അന്നനാളത്തിലും അന്യവസ്തുക്കൾ കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങൾ ഉടൻ ചെയ്യേണ്ടത് എന്തെല്ലാം? എങ്ങനെ ഈ സാഹചര്യം തരണം ചെയ്യാം? ഇതിൻ്റെ പരിഹാരം എന്ത്? തുടങ്ങിയ വിഷയങ്ങളാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഹലോ ഡോക്ടറിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശശികുമാറാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ ഡോക്ടറുമായി ബന്ധപ്പെടാം. ഡോക്ടർ, പലപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കുക, അവർ സുരക്ഷിതമായി അവരെ മുന്നോട്ട് കൊണ്ടുപോകുക, ഇത് അച്ഛനമ്മമാർക്കും കുടുംബത്തിലുള്ളവർക്കും എല്ലാം വളരെ വലിയൊരു ടാസ്ക്കാണ്. ഇത്തരത്തിൽ ഒരു 6 മാസം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ ആവുന്ന കുട്ടികൾ ആ സമയം തൊട്ടാണ് കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. കണ്ണിൽ കാണുന്നതെല്ലാം അവരടുത്ത് വായിലിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ശ്വസനനാളത്തിലേക്ക് കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ എങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ വിശദമാക്കാം? സാധാരണഗതിയിൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ആദ്യത്തെ ഒരു 18 മാസത്തെ കാലഘട്ടത്തെ നമ്മളൊരു ഓറൽ ഫേസ് അങ്ങനെ അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞ് കയ്യിൽ കിട്ടുന്ന വസ്തുക്കളെല്ലാം, ഭക്ഷണ പദാർത്ഥങ്ങളാവട്ടെ, കളിപ്പാട്ടങ്ങളാവട്ടെ, കയ്യിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളും വായിലെടുത്തിടുകയും അതിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ പരിഭ്രാന്തരാകുന്ന കുട്ടിയുടെ കൂട്ടിയിരിപ്പുകാർ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ കൈ വായിലിട്ടിട്ട് അത് പുറത്തെടുക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അതോടൊപ്പം പരിഭ്രാന്തരാകുന്ന കുഞ്ഞ് കരയുന്നതോടൊപ്പം തന്നെ ഈ വസ്തുക്കൾ ഉള്ളിലേക്ക്, ശ്വാസനാളത്തിനുള്ളിലേക്ക് കുടുങ്ങുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പ്രധാനമായിട്ടും സംഭവിക്കുന്നത് അങ്ങനെയാണ്. രണ്ടാമത് സംഭവിക്കുന്നത് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. കുഞ്ഞുങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഭാഗത്ത് അടങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ അപൂർവമാണ്. കുഞ്ഞുങ്ങൾ ഒന്നുകിൽ ഓടി നടക്കും, കളിക്കും, അതിനിടയിൽ ഭക്ഷണം കഴിക്കും, സംസാരിക്കും, ചിരിക്കും, ചിലപ്പോൾ വീഴും, കരയും, ഇതെല്ലാം സംഭവിക്കുന്നു. ഈ സമയത്തെല്ലാം വായിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചിരിക്കുന്ന കുഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ശ്വാസം വലിക്കുന്നതിനോടൊപ്പം ഈ വസ്തുക്കൾ ഉള്ളിൽ കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത് കാണുന്നത് സാധാരണ കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടങ്ങൾ വളരെ ലൂസ് ആയിട്ടുള്ള ഭാഗങ്ങളുള്ള, ശ്വാസനാളിയിൽ കുടുങ്ങാൻ തക്ക വലിപ്പമുള്ള ഭാഗങ്ങളുള്ള കളിപ്പാട്ടങ്ങൾ വെച്ച് കുഞ്ഞ് കളിക്കുമ്പോൾ ശ്വാസനാളിയിൽ കുടുങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഭക്ഷണരീതി, വസ്ത്രധാരണത്തിന് ഒപ്പം ഉപയോഗിക്കുന്ന, നമ്മൾ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്ന്, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഈ തട്ടത്തിന്റെ ഒപ്പം ഉപയോഗിക്കുന്ന ഷാർപ്പായിട്ടുള്ള, അറ്റത്തൊരു മുട്ട് ഉള്ള ഒരു സൂചി കൂടിയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വസ്തുക്കൾ, ഇതൊക്കെ വളരെ അലക്ഷ്യമായി വായിൽ വെച്ച് സംസാരിക്കുകയോ അങ്ങനെ അല്ലെങ്കിൽ ചിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇറങ്ങിപ്പോകാറുണ്ട്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിൽ നമ്മൾ പേനയൊക്കെ കടിച്ചു പിടിച്ച് പഠിക്കുന്നതിനിടയിൽ പേന കടിച്ചു പിടിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളിൽ ബോൾ പോയിന്റ് പേനയുടെ ലൂസ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഉദാഹരണത്തിന് പുറകിലുള്ള അടപ്പ്, അങ്ങനെ അല്ലെങ്കിൽ സ്പ്രിങ് മുതലായ വസ്തുക്കളും ഈ ശ്വാസം കഴിക്കുന്നതോടൊപ്പം ശ്വസനനാളിയിൽ കുടുങ്ങാറുണ്ട്. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ്. ഡോക്ടർ, ഇത്തരം ചില സാഹചര്യങ്ങളെ, ഇങ്ങനെ വസ്തുക്കൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ വസ്തുക്കൾ കുടുങ്ങിയതായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കുഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴോ അങ്ങനെ അല്ലെങ്കിൽ കളിക്കുന്നതിനിടയിലോ ശക്തമായിട്ടുള്ള ഒരു ചുമ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അന്യവസ്തുക്കൾ കുടുങ്ങിയിട്ടുള്ളതായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഈ വസ്തുവിന്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ശ്വാസനാളി പൂർണ്ണമായിട്ടും അടഞ്ഞു പോകുന്ന ഒരു രീതിയിലുള്ള വസ്തുക്കളാണ് കുടുങ്ങുന്നതെങ്കിൽ ശ്വാസം പൊടുന്നതിന് നിലച്ചുപോയി കുഞ്ഞിന് ജീവന് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പത്രവാർത്തകളിലൊക്കെ കാണുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുഞ്ഞ് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ജീവൻ അപകടം സംഭവിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതെല്ലാം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ്. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ പ്രധാനമായും കാണുന്നത് ചുമയാണ്, ശ്വാസതടസ്സം, അതുപോലെ തന്നെ കുഞ്ഞ് ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, സ്ട്രൈഡർ എന്ന് പറയും. ശ്വാസം വലിക്കുമ്പോൾ പുറത്തോട്ടോ അല്ലെങ്കിൽ ഉള്ളിലോട്ടോ ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകാം. അങ്ങനെ ചില കുട്ടികളിൽ നമുക്ക് കുറച്ച് പഴക്കം, ഈ ഒരു അവസ്ഥയ്ക്ക് കുറച്ച് പഴക്കം വന്നാൽ വിട്ടുമാറാത്ത ചുമ, വിട്ടുമാറാത്ത ശ്വാസം മുട്ട്, അങ്ങനെ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ന്യൂമോണിയ, ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ്, ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കുട്ടികളിൽ കാണാറുള്ളത്. ഡോക്ടർ, ഇതുപോലെ പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഇത്തരം ചില ലക്ഷണങ്ങൾ, ഇപ്പോൾ ശക്തമായ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രാഥമിക ശുശ്രൂഷ എന്തൊക്കെയാണ്? എന്താണ് ഉടൻ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചികിത്സാ രീതിയേക്കാളും
കൂടുതൽ ഒരു സ്ട്രെസ് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഉള്ളതെങ്കിൽ അവർക്ക് ഈ പ്രധാനമായും നമ്മൾ കുടുങ്ങുന്നത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കപ്പലണ്ടി അല്ലെങ്കിൽ കടല ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഭക്ഷണ വസ്തുക്കൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരെ പരമാവധി ശാന്തരായിരുത്തി ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കാതെ കരയുകയോ ചിരിക്കുകയോ വീഴാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് കളിപ്പാട്ടങ്ങളിൽ ഇളകി വരാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധയോടുകൂടി നീക്കം ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ വേണം കുഞ്ഞിനെ കളിക്കാൻ കൊടുക്കാൻ. ഇതൊക്കെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. പക്ഷെ എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ സംജാതമാവാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ കുഞ്ഞിനെ നമ്മുടെ മടിയിൽ കമഴ്ത്തി കിടത്തി തലഭാഗം കുറച്ച് താഴോട്ടാക്കി പിടിച്ച് പുറത്ത് ശക്തിയായി തട്ടുക എന്നുള്ളതാണ്. പല പ്രാവശ്യം ശക്തിയായി തട്ടുക. തട്ടിയതിനു ശേഷവും ബുദ്ധിമുട്ട് മാറാത്തൊരു സാഹചര്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ചികിത്സ നൽകുന്ന ആൾ കുഞ്ഞിന്റെ പിറകിൽ നിന്ന് നമ്മുടെ 2 കൈകളും ചേർത്ത് പിടിച്ച് നമ്മൾ കുഞ്ഞിന്റെ വയറും നെഞ്ചും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ ശക്തിയായിട്ട് പല പ്രാവശ്യം അമർത്തുകയാണ് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഹെംലിക് മാനുവർ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയാണിത്. ലോകമെമ്പാടും ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫലവത്തായ ഒരു ചികിത്സാ രീതിയാണിത്. പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജീവനെ രക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ഹെംലിക് മാനുവർ. സാധാരണഗതിയിൽ സ്കൂളുകളിലെല്ലാം ടീച്ചർമാരും കെയർ ടേക്കേഴ്സും ഒക്കെ ഇങ്ങനത്തെ ഒരു ചികിത്സാ രീതിയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടതും ആണ്. ഡോക്ടർ, ഇതൊരു പ്രാഥമിക ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ രീതികളെ കുറിച്ചാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചികിത്സാ മാർഗങ്ങൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? ഓക്കെ. ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുട്ടികളുടെ കൂട്ടിയിരിപ്പുകാരിൽ നിന്ന് ഈ കുട്ടിക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകാനിടയായ സാഹചര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് കുഞ്ഞിനെ പരിശോധിച്ച് നോക്കുക എന്നതാണ്. നമ്മൾ സ്റ്റെത്ത് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഏത് വശത്തെ ശ്വാസനാളത്തിലേക്കാണ് വായു പ്രവഹിക്കുന്നത് കുറവുള്ളത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. മൂന്നാമതായും ചെയ്യുന്നതാണ് നമ്മൾ എക്സ്റേ പരിശോധന. സാധാരണഗതിയിൽ നമ്മളൊരു എക്സ്റേ പരിശോധനയിൽ ഒരു 50 തൊട്ട് 60% വരെ കാര്യം നമുക്ക് ഒരു എക്സ്റേ നോക്കി നമുക്ക് രോഗനിർണയം നടത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വളരെ ഷാർപ്പായിട്ടുള്ള വസ്തുക്കളാണ്, അതായത് സൂചി അങ്ങനെ അല്ലെങ്കിൽ സ്ക്രൂ എന്നീ വസ്തുക്കളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എക്സ്റേയുടെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഏകദേശം ഒരു 40 തൊട്ട് 50% വസ്തുക്കൾ നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റാത്ത വസ്തുക്കൾ, അതായത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊന്നും നമുക്ക് എക്സ്റേയുടെ അകത്ത് കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാനിടയായിട്ടുള്ള സാഹചര്യം നമ്മൾ നമ്മൾ പരിശോധിച്ച് നോക്കി നമ്മുടെ നിഗമനങ്ങൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അന്യവസ്തു കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കണ്ടാൽ നമ്മൾ കുഞ്ഞിനെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാക്കാൻ നിൽക്കാതെ നമ്മൾ നേരെ ബ്രോങ്കോസ്കോപ്പി എന്നുള്ളൊരു ചികിത്സാ രീതിയാണ് നമ്മൾ അവലംബിക്കാറുള്ളത്. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ബ്രോങ്കോസ്കോപ്പി ഉണ്ട്. ഒന്ന് നമ്മൾ റിജിഡ് ബ്രോങ്കോസ്കോപ്പി, അതായത് ഒരു കുഞ്ഞിന്റെ ശ്വാസനാളിയിലേക്ക് ഒരു മെറ്റാലിക് ട്യൂബ് കടത്തി അതിനുള്ളിലേക്ക് ക്യാമറയും ടെലിസ്കോപ്പും നമുക്ക് വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ഫോർസെപ്സും കൂടെ കടത്തി നമ്മൾ വസ്തുക്കൾ നീക്കം ചെയ്യുന്ന ഒരു രീതിയാണ് റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. അതിന് സാധാരണഗതിയിൽ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും മയക്കുന്ന ജനറൽ അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ചികിത്സാ രീതി അവലംബിക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ഒരു ചികിത്സാ രീതി ഫൈബ്രോപ്റ്റിക് ബ്രോങ്കോസ്കോപ്പി എന്നുള്ള ഒരു രീതിയാണ്. ഈ ഫൈബ്രോപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിയിൽ നമ്മൾ മെറ്റാലിക് ട്യൂബ് അല്ല ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കൊരു സെഡേഷനിൽ നമുക്ക് ICUവിന്റെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് ഈ ചികിത്സാ രീതി അവലംബിക്കാൻ പറ്റുന്നതാണ്. റിജിഡ് ബ്രോങ്കോസ്കോപ്പിക്ക് നമുക്ക് കുഞ്ഞിനെ എന്തായാലും തിയേറ്ററിൽ കൊണ്ടുപോയതിനു ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ ആദ്യം രോഗനിർണയം നടത്തുകയും അതേ തുടർന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഫോർസെപ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അന്യവസ്തുക്കൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ നല്ലൊരു അനസ്തീഷ്യ ടീം ഇതിന്റെ ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. അനസ്തീഷ്യ ഡോക്ടറും നമ്മൾ ചെയ്യുന്ന പീഡിയാട്രിക് സർജനും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുഞ്ഞ് ശ്വാസം വലിക്കുന്നതും കൃത്രിമമായ ശ്വാസം നൽകുന്നതും നമ്മൾ ഈ ഉപകരണം കൂടെ തന്നെയാണ്. അതുകൊണ്ട് അനസ്തീഷ്യ ടീം വളരെ വിജിലന്റ് ആയി തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഡോക്ടർ, ഇത്തരത്തിലുള്ള ഒരു അന്യവസ്തുക്കൾ കുടുങ്ങി അത് പുറത്തെടുക്കാനുള്ള ട്രീറ്റ്മെന്റ് ഇതൊക്കെ ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ടോ? എത്രയ്ക്കാണ് ഈ ഒരു ചികിത്സയുടെ റിസ്ക് ഫാക്ടറുകൾ?
സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഇഞ്ചുറീസ് ശ്വസനനാളിയുടെ ഭിത്തികൾക്ക് പലപ്പോഴും വരാറുണ്ട്. നമ്മൾ നീക്കം ചെയ്യുന്നതിനിടയിൽ കൃത്യമായി ചിലപ്പോൾ നമുക്ക് ഈ വസ്തുവിനെ പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ ആ ഒരു ശ്വസനനാളിയുടെ ഭിത്തിയിൽ പിടിക്കേണ്ട ഒരു സാഹചര്യം വരികയോ സംഭവിച്ചാൽ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് സംഭവിക്കാറുണ്ട്. പക്ഷെ അത് 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ലക്ഷണങ്ങൾ മാറുകയും കുഞ്ഞിന് സാധാരണഗതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ശ്വാസോച്ഛ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ്. സാധാരണഗതി ദൂരവ്യാപകമായ ഫലങ്ങളൊന്നും തന്നെ ഈ ഒരു ചികിത്സാ രീതിക്ക് ഇല്ല. ഡോക്ടർ, പലപ്പോഴും ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ മാത്രമല്ല അവരുടെ കണ്ണിൽ കാണുന്ന ചെറു ജീവികളെയും മറ്റും ഇപ്പോൾ വണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ജീവികളെയൊക്കെ എടുത്ത് വായിലിടുകയും അത് വിഴുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജീവിവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ പോയാൽ ഇതുപോലുള്ള ശ്വസന തടസ്സങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും മറ്റു അന്യവസ്തുക്കൾ കുടുങ്ങുന്നത് പോലെ തന്നെയുള്ള സാധ്യതകളുണ്ട് ഈ ജീവികൾ പെട്ടുകഴിഞ്ഞാലും. നമ്മൾ പലപ്പോഴും ഈ വേംസ് പലപ്പോഴും പെടാറുണ്ട്, ആസ്പിരേറ്റ് ചെയ്ത് പോവാറുണ്ട്. നമ്മൾ ഒരു കുറച്ച് പ്രായമുള്ള അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സുഖമില്ലാത്ത കുട്ടികൾ, ശാരീരികമായ വളർച്ച വൈകല്യങ്ങളുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെ നമ്മൾ വിരകള് നമ്മൾ ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലൂടെ പുറത്തു വന്ന് ശ്വസനനാളിയിൽ പലപ്പോഴും കുടുങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ട്, നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ പറഞ്ഞല്ലോ പലപ്പോഴും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുകയും അത് പലപ്പോഴും ആ ഒരു സമയത്ത് ഡോക്ടർ ആദ്യം പറഞ്ഞു നമുക്ക് അച്ഛനമ്മമാർ അല്ലെങ്കിൽ കൂടെയുള്ളവർ പാനിക്കായി അവർ കൈകൾ കടത്തി അത് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് കൂടുതൽ അപകടകരമാകുന്നതെന്ന്. അതിന് കൂടെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ആ സമയത്ത് അവർ ചെയ്യേണ്ട കാര്യങ്ങളെ ഒന്നുകൂടെ ഒന്ന് വിശദമാക്കാമോ? നമ്മൾ പരമാവധി സംയമനം പാലിക്കുകയാണ് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഹെംലിക് മാനുവർ നമുക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ കുഞ്ഞിനെ വളരെ ശാന്തമായി അനുനയിപ്പിച്ച് പതുക്കെ നമുക്ക് പുറത്തെടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ പരിഭ്രാന്തരായി കഴിഞ്ഞാൽ കുഞ്ഞ് അതിനോടൊപ്പം പരിഭ്രാന്തപ്പെടുകയും കുഞ്ഞ് കരച്ചിലിനിടയിൽ ശ്വാസനാളത്തിലേക്ക് അന്യവസ്തുക്കൾ കുടുങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ സംയമനം പാലിച്ച് പതുക്കെ കുഞ്ഞിനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി പതുക്കെ പുറത്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഡോക്ടർ, പലപ്പോഴും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പോലെ തന്നെ അപകടകരമാകുന്ന ഒന്ന് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ സേഫ്റ്റി പിന്നുകളാണ്. അത് പലപ്പോഴും ഈ തുറന്നിരിക്കുന്നതല്ലാത്ത സേഫ്റ്റി പിന്നുകളാണ് കുഞ്ഞുങ്ങൾ പലപ്പോഴും വിഴുങ്ങാൻ അവർക്ക് എളുപ്പമായിട്ടുണ്ടാവുക. അപ്പം അത്തരം അത് ഉള്ളിൽ പോയാൽ അതൊരു മരണകാരണമായി ആവാറുണ്ടോ? അതിൻ്റെ ഒരു റിസ്ക് എത്രത്തോളമാണ്? ഈ സേഫ്റ്റി പിന്നുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളെ നമുക്ക് എങ്ങനെ വിശദമാക്കാം? ഓക്കെ, ക്ലോസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി പിൻ, നമ്മൾ ശ്വസനനാളിയിൽ കുടുങ്ങുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി പിന്നുകൾ സാധാരണഗതിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. കാരണം അത് അങ്ങനെ ഒരു തടസ്സമായിട്ട് ഉണ്ടാകാറില്ല സാധാരണ. നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാവുന്നതാണ് നമ്മൾ ശ്വസനനാളിയിൽ കുടുങ്ങുന്ന സേഫ്റ്റി പിന്നുകൾ. നമ്മൾ പലപ്പോഴും ഈ ഓപ്പൺ ആയിട്ടുള്ള സേഫ്റ്റി പിന്ന് കുഞ്ഞ് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അന്നനാളത്തിലാണ് പലപ്പോഴും കുടുങ്ങുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അത് വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ്. നമുക്ക് നീക്കം ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അത് സേഫ്റ്റി പിൻ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നനുസരിച്ചിട്ട് ഇരിക്കും. അത് നമ്മൾ ഷാർപ്പായിട്ടുള്ള എൻഡ് നമ്മളെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കത് നീക്കം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് തിരിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ഷാർപ്പായിട്ടുള്ള എൻഡ് താഴോട്ടായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാൻ കുറേയും കൂടി എളുപ്പമാണ്. പക്ഷെ ഇത് അന്നനാളത്തിലാണ് സാധാരണഗതിയിൽ കുടുങ്ങുന്നത് കണ്ടിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞല്ലോ അന്നനാളത്തിൽ കുടുങ്ങുമ്പോഴാണ് സേഫ്റ്റി പിന്നുകൾ കൂടുതൽ അപകടകരമാകുന്നതെന്ന്. അന്നനാളത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് വസ്തുക്കൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അന്നനാളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്? സാധാരണഗതിയിൽ കുഞ്ഞ് കളിക്കുന്നതിനിടയിൽ വായിലിടുന്ന വസ്തുക്കൾ അബദ്ധത്തിൽ വിഴുങ്ങി പോകുന്നതാണ്. അതാണ് അന്നനാളത്തിൽ വസ്തുക്കൾ കുടുങ്ങുന്നതിന്റെ പ്രധാന കാരണം. സാധാരണയായി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കോയിനാണ്, നാണയമാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ വിഴുങ്ങുന്ന ഒരു വസ്തു. രണ്ടാമത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വസ്തു ബട്ടൺ ബാറ്ററിയാണ്. ബട്ടൺ ബാറ്ററി നമ്മൾ നാണയം വിഴുങ്ങുന്നത് പോലെയല്ല. ബട്ടൺ ബാറ്ററി ഒരുപാട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വസ്തുവാണ് ബട്ടൺ ബാറ്ററി. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ബട്ടൺ ബാറ്ററി അന്നനാളത്തിൽ അടഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലം അന്നനാളത്തിന്റെ ഭിത്തി കേടുവരാം. 2, ബാറ്ററിയിൽ നിന്ന് ഒരു ലോ വോൾട്ടേജ് കറണ്ട് ഉൽപ്പാദിക്കപ്പെടുകയും അത് അന്നനാളത്തിന്റെ ഭിത്തികൾക്ക് പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, അന്നനാളത്തിൽ നിന്ന് ഈ ബാറ്ററിയിൽ നിന്ന് ഒരു ക്ഷാര സ്വഭാവമുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് അന്നനാളത്തിന്റെ ഭിത്തിക്ക് പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ അവസ്ഥ സംജാതമാകുകയും അന്നനാളത്തിന്റെ ഭിത്തികൾ കേടുവന്ന് തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്
അന്നനാളത്തിൽ കുടുങ്ങുന്ന ബാറ്ററികൾ നീക്കം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഡോക്ടർ, കുറച്ച് നമുക്ക് ബാറ്ററി താഴോട്ട് ഇറങ്ങി ഈ ഒരു ആൻസറിലേക്ക് തിരികെ എത്താം. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, ഒമാനിൽ നിന്നും ദിവാകരൻ. ദിവാകരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ പറഞ്ഞു കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, കാസർഗോഡ് നിന്നും റഹീം. റഹീം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ആ ഡോക്ടർ പറഞ്ഞോളൂ, കേൾക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ കുട്ടികളുടെ ഇടത്തോണ്ടൊരു ഭക്ഷണം കയറാറുണ്ടല്ലോ, വ്യക്തമായി കുട്ടികളുടെ ഇടത്തോണ്ടൊരു ഭക്ഷണം കയറാറുണ്ട്, അത് എന്ത് ചെയ്യേണ്ടത്? കുട്ടികളുടെ ഇടത്തോണ്ടൊരു ഭക്ഷണം കയറാറുണ്ട്, ഇടത്തുണ്ടയിൽ ഭക്ഷണം കയറാറുണ്ട്, അതാണ് ചോദിച്ചത് ഡോക്ടർ. ഇടത്തുണ്ടയിൽ എന്ന് പറഞ്ഞാല് പിന്നെ ഇടത്തൊണ്ടയിൽ അറിയില്ല, ഇടത്തൊണ്ടയിൽ ഭക്ഷണം കയറാറുണ്ട്, അങ്ങോട്ടും ശ്വാസം അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാതെ മൂക്കിലേക്ക് കൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്, എരിവെല്ലാം ഭക്ഷണം കഴിച്ചാല്. ഓക്കെ, ഭക്ഷണം അതായത് ഇറങ്ങിപ്പോകാതെ തൊണ്ടയിൽ കുടുങ്ങുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതെ 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 അതെ. ഓ, നമുക്ക് അങ്ങനത്തെ സാഹചര്യത്തിലും കുഞ്ഞിന് ഇതുപോലെ തന്നെയുള്ള ശ്വാസതടസ്സവും ബുദ്ധിമുട്ടുകളും ചുമയും തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെറിയ കുട്ടികളെ നമുക്ക് കമഴ്ത്തി കിടത്തി നമുക്ക് പുറത്ത് ശക്തമായി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുടുങ്ങിയിട്ടുള്ള വസ്തു സാധാരണഗതിയിൽ പുറത്തോട്ട് വരുന്നതാണ്. മുതിർന്ന കുട്ടികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിറകിൽ നിന്ന് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് നമ്മൾ വയറും നെഞ്ചും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ഭാഗത്ത് ശക്തിയായി പലതവണ അമർത്തി കഴിഞ്ഞാൽ കുടുങ്ങിയ വസ്തു സാധാരണഗതിയിൽ പുറത്ത് വരുന്നതാണ്. അത് ചികിത്സ ഫലവത്തായില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിക്കേണ്ടതാണ്. വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് അന്നനാളത്തിൽ വസ്തുക്കൾ കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകട സാഹചര്യങ്ങളെക്കുറിച്ചും അങ്ങനെ കുടുങ്ങാൻ സാധ്യതയുള്ള വസ്തുക്കളെക്കുറിച്ചുമാണ്. ഡോക്ടർ തുടർന്നു. നമ്മൾ രണ്ടാമത് ഞാൻ പറഞ്ഞത് ബട്ടൺ ബാറ്ററിയെ കുറിച്ചാണ്. മൂന്നാമത് അതുപോലെ തന്നെ അപകട സാധ്യത ഉളവാക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് മാഗ്നറ്റ് അഥവാ കാന്തം എന്ന് പറയുന്ന വസ്തു. നമ്മളൊരു മാഗ്നറ്റ് മാത്രമായിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. മറിച്ച് ആ മാഗ്നറ്റിന്റെ ഒപ്പം ഒരു മെറ്റാലിക് വസ്തു കൂടെ ഇറങ്ങി പോകുന്നുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ രണ്ട് മാഗ്നറ്റുകൾ ഒരുമിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ വളരെ ഗൗരവതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇത് രണ്ട് മാഗ്നറ്റ് തമ്മിൽ പുറമെ വെച്ച് നമ്മൾ കൂടി പിടിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റും ഒരു മെറ്റാലിക് വസ്തുവും തമ്മിൽ പുറമെ വെച്ച് കൂടി പിടിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആമാശയത്തിൽ ചെന്നാലും അല്ലെങ്കിൽ കുടലിൽ ചെന്നാലും രണ്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും അതിനുള്ളിൽ ഏതെങ്കിലും ഒരു കുടൽ ഭാഗം പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടൽ ഭാഗം ദ്രവിച്ചു പോയി കുടലിൽ ഒരു ദ്വാരം വീഴുന്ന ഒരു അവസ്ഥ സംഭവിക്കാറുണ്ട്. വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ജീവന് തന്നെ അപകടം വരാവുന്ന ഒരു അവസ്ഥാവിശേഷമാണിത്. അതുകൊണ്ട് ഇങ്ങനത്തെ വസ്തുക്കൾ മാഗ്നറ്റും അതോടൊപ്പം ഒരു മെറ്റാലിക് വസ്തുവും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ ആദ്യം കുഞ്ഞിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ ആമാശയത്തിലോട്ടോ അങ്ങനെ അല്ലെങ്കിൽ അതിനോട് താഴോട്ടോ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് നിരീക്ഷണത്തിൽ വെക്കുക എന്നതാണ്. എല്ലാ ദിവസവും കുഞ്ഞിനെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ പോട്ടിയിൽ ഇരുത്തി മലശോധനയ്ക്ക് ശേഷം വെള്ളം ഒഴിച്ച് അത് കലക്കി നോക്കി സ്ട്രെയിൻ ചെയ്ത് നോക്കി വസ്തുക്കൾ കടന്നു പോയിട്ടുണ്ടോ അതോ പോയിട്ടില്ലേ എന്നത് തീർച്ചപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും പാരന്റ്സ് നമ്മൾ കമ്പൊക്കെ വെച്ച് തോണ്ടി നോക്കിയാണ് പലപ്പോഴും ചെയ്യാറ്. പക്ഷെ അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയല്ല. നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് കലക്കി തന്നെ നമ്മൾ വസ്തുക്കൾ കടന്നു പോകുന്നില്ല അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേറൊരു വസ്തുക്കൾ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഷാർപ്പായിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും, ലൈക്ക് സ്ക്രൂ അല്ലെങ്കിൽ സൂചി, തയ്ക്കുന്ന സൂചി, മെഷീന്റെ സൂചി, ഇതെല്ലാം പല ഘട്ടങ്ങളായിട്ട് നമുക്ക് നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ ഇത് കുടലിൽ ദ്വാരം ഉണ്ടാക്കി പുറത്തേക്ക് വരാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കുടലിൽ ദ്വാരം ഉണ്ടാക്കി പ്രധാനപ്പെട്ട രക്തക്കൊള്ളുകളിലേക്ക് മുറിവുകൾ സംഭവിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കുഞ്ഞ് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നിരീക്ഷണത്തിൽ വെക്കുകയും കുഞ്ഞിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുകയും ഉണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മൾ അതിനുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുകയും ചെയ്യാറുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, കാസർഗോഡ് നിന്നും മണിലാൽ. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഞാൻ കാസർഗോഡ് പെരളയിൽ നിന്നാണ് വിളിക്കുന്നത്. 10 ദിവസമായി ഞങ്ങൾ അയലോക്കത്തിൽ കുഞ്ഞ് സേഫ്റ്റി പിന്ന് വിഴുങ്ങി ഇപ്പൊ മംഗലാപുരത്ത് കൊണ്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പം സേഫ്റ്റി പിന്ന് പിഴുങ്ങിയതാ 2 വയസ്സേ ഉള്ളു കുഞ്ഞിന്.
ഓക്കെ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് പറയുന്ന പറഞ്ഞാൽ കേൾവി ശക്തി, സംസാര ശേഷി നഷ്ടപ്പെടുമെന്ന്. അന്നനാളത്തിലൂടെ ഇറങ്ങിപ്പോയ എനിക്കത് വ്യക്തമല്ല. സാധാരണ അന്നനാളത്തിലൂടെ ഇറങ്ങിപ്പോകുന്ന വസ്തുക്കൾ സാധാരണഗതിയിൽ സംസാരശേഷിക്കോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വേണമെന്നാ അവര് പറയണം. ഓക്കെ, അന്നനാളത്തിലൂടെ ഇറങ്ങിപ്പോയി എന്ന് തീർച്ചയാണോ? അല്ല അല്ല അല്ല, അത് ഈ സേഫ്റ്റി പിന്നെന്ന് പറഞ്ഞാല് മറ്റേ എന്താ ഇപ്പൊ പറയുക, ഈ പിന്നിങ്ങനെ നമ്മൾ നൂത്തൊക്കെ വെക്കൂല്ലേ ഡോക്ടറെ? കേൾക്കാം. ഹലോ മണിലാൽ, ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഡോക്ടറോട് ചോദിച്ചോളൂ. തുടർന്നോളൂ, ചോദ്യം തുടർന്നോളൂ. അപ്പം അങ്ങനെ വന്നിട്ട് ഇവിടെ കുടുങ്ങിയതാണ്. അപ്പൊ അവര് സംസാരശേഷി നഷ്ടപ്പെടുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സാധാരണ അന്നനാളത്തിലോ ശ്വാസനാളത്തിലോ കുടുങ്ങുന്ന വസ്തുക്കള് സംസാരശേഷിയോ അങ്ങനെ കേൾവി ശക്തിയോ നഷ്ടപ്പെടുന്നത് വളരെ അപൂർവമാണ്. ഞാൻ എന്റെ ഒരു അറിവിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കൃത്യമായി അത് എവിടെയാണ് കുടുങ്ങിയിരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും കുഞ്ഞിനുണ്ടാകുന്ന ലക്ഷണങ്ങൾ. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മുടെ ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളിൽ അന്നനാളത്തിലും ശ്വാസനാളത്തിലും അന്യവസ്തുക്കൾ കുടുങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. ഈ ഒരു വിഷയത്തിൽ വിശദമായി നമ്മളോട് സംസാരിച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശശികുമാറാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നമസ്കാരം.